യാത്രക്കാരെ പോലെ ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ്. ഇന്നും ഈ വിനീതനോട് ബാംഗ്ലൂരിൽ നിന്ന് മാംഗ്ലൂർ വരെ യാത്ര ചെയ്തു വന്ന ഒരു സഹോദരൻ വിഷമത്തോടെ പറഞ്ഞ സംഭവമാ, ഉസ്താദേ നമ്മൾ കണ്ടാലും അവർക്ക് പ്രശ്നമില്ല, സീറ്റിന്റെ പുറകിലിരുന്ന് കാണിക്കുന്നതും എന്തൊക്കെ ശബ്ദങ്ങൾ ഇട്ടുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാഹുവേ അല്ലാഹുവേ, ലജ്ജയില്ലാത്ത മൃഗങ്ങളെ പോലും നാണം കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ ബസ്സിൽ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, ഖിയാമത്ത് നാളിന്റെ അടയാളം വരുമ്പോ വ്യഭിചാരം അത് വ്യാപിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരാൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ വ്യഭിചരിക്കും, ഒരാൾ വഴി പോകുന്ന വഴിപോക്കന് അവന് തടസ്സമുണ്ടാകുന്ന തരത്തിൽ വഴിയുടെ മധ്യത്തിൽ നിന്ന് വ്യഭിചരിക്കും. യാത്രക്കാരൻ പറയും, മനുഷ്യ കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് പണിയടാ, വഴി തടസ്സം ഉണ്ടാക്കാതെ അങ്ങോട്ട് മാറിയില്ലപ്പാ. പരിപാടി നടത്താൻ റോഡിന്റെ നടുക്ക്, ഹൈവേ റോഡിന്റെ നടുവില് നമ്മൾ വിചാരിക്കും അവിടെ ബൈക്ക് തമ്മിൽ കുത്തിയെന്ന്. ഇല്ല, മനുഷ്യന്മാർ തമ്മിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് മാറി നില്ലടാ എന്ന് പറയേണ്ട ഒരു ഗതികേട് ഈ സമുദായം നേരിടാതെ ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി വ്യഭിചരിക്കാൻ പോകുന്ന സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. വിളിച്ചോണ്ട് ഞാനാ പോകുന്നത് മൈസറിലേക്ക്. അവിടെ പോകുമ്പോ ഓരോരുത്തന്റെ ഫയല് വായിക്കും. വജാഅത്ത് കുല്ലു നഫ്സിൻ മഅ സായിഖും വശഹീദ്, ഈ രണ്ട് പേര് കാണും. അപ്പോ എന്താ അവിടെ കൊണ്ടുപോകുന്നത്? നബി തങ്ങൾ അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്, ലാ തസ്നൂ, നിങ്ങൾ വ്യഭിചരിക്കരുതേ, വ്യഭിചരിക്കരുതേ. എന്തെന്നറിയുവോ? വ്യഭിചരിച്ചാൽ ഫയുദ്ഹിബുല്ലാഹു ലസ്സത നിസായികും മിൻ അജ്വാഫികും, നിങ്ങൾ വ്യഭിചരിച്ചാൽ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, ഭർത്താവിന്റെയും ഭാര്യയുടെയും ശാരീരിക ബന്ധത്തിൽ സുഖം അല്ലാഹു എടുത്തു കളയും. യുദ്ഹിബുല്ലാഹു ലസ്സത നിസായികും മിൻ അജ്വാഫികും. പിന്നെ പെണ്ണും പിള്ള അടുത്ത് പോകുമ്പോ ഇയാള് തിരിഞ്ഞ കിടക്കുള്ളൂ. പെണ്ണും പിള്ള ഇയാള് വന്നാലും ഓള് തിരിഞ്ഞ് അങ്ങോട്ടേ കിടക്കുള്ളൂ. കാരണം എന്താ? ഉഷാറില്ല. എന്തേ ഉഷാറില്ലാത്തത്? പരിപാടി പുറത്ത്. നത്തോലി ചെറിയ മീനല്ല, സംഭവം ഒന്നും ചെറുതല്ല കേട്ടോ. അതാ സംഭവം. എന്താ നമുക്കൊരു റാഹത്ത് കിട്ടുന്നില്ലല്ലോ. ശാരീരികമായി ഭാര്യയ്ക്കും ഭർത്താവിനോട് സുഖം കിട്ടാത്തതിന്റെ കാരണം എന്താ? പുറത്ത് പരിപാടി നടക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഫയുദ്ഹിബുല്ലാഹു ലസ്സത നിസായികും മിൻ അജ്വാഫികും, നിങ്ങൾ വ്യഭിചരിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ശാരീരിക സുഖത്തിന്റെ ആനന്ദം എടുത്തു കളയും. പുരുഷന്മാരെ, നിങ്ങൾ മാന്യന്മാരാകണേ, നിങ്ങൾ പതിവ്രതകളാകണേ, നിങ്ങൾ ചാരിത്ര ശുദ്ധിയുള്ളവരാകണേ, എങ്കിലും നിങ്ങളുടെ ഭാര്യമാരും ചാരിത്ര ശുദ്ധിയുള്ളവരാകും. ഇന്ന ബനീ ഫുലാനിൻ സനോ ഫസനത് നിസാ അള്ളാന്റെ റസൂല് പറയുകയാണ്, ഒരു സമുദായത്തിലെ, ഒരു നാട്ടിലെ പുരുഷന്മാര് വ്യഭിചരിച്ചപ്പോ ആ നാട്ടിലെ സ്ത്രീകളെല്ലാം വ്യഭിചാരികളായി മാറി. അവരും അവരുടെ ചാരിത്രം മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ തയ്യാറായി. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുകയാണ്, ഏതെങ്കിലും ഭാര്യമാരോ ഭർത്താക്കന്മാരോ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഭർത്താവ് പോയി വ്യഭിചരിച്ചാൽ ഈ ഭാര്യ മറ്റൊരാൾക്ക് വേണ്ടി അവളുടെ കിടപ്പറ പങ്കുവെക്കുമെന്ന് നബി ിപ്പിക്കുകയാ. ഏതെങ്കിലും ഭാര്യമാര്, ഏതെങ്കിലും ഭർത്താക്കന്മാര് വഞ്ചിച്ചാൽ ഈ ഭർത്താവ് നാളെ മറ്റൊരു പെണ്ണിനോടൊപ്പം പോയി കിടക്കുമെന്ന് നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വ്യഭിചരിക്കല്ലേ. വ്യഭിചാരത്തിലൂടെ അല്ലാഹു ഈമാൻ എടുത്തു കളയുകയും കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യും. നബി തങ്ങളുടെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്താ വേണ്ടത്? ഭാര്യ വേണം. ഭാര്യയിലൂടെ നിന്റെ സുഖം പരിപൂർണമായി നീ തൃപ്തിപ്പെടുക. ഇന്ന് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം എന്തെന്നറിയോ? ശാരീരികമായ പ്രശ്നമാണ് കാരണം. ഈ വിനീതൻ കഴിഞ്ഞ മാസം പോയപ്പോ കുടുംബജീവിതമായിരുന്നു പ്രഭാഷണം. ഈ വിനീതനോട് ഒരു മധ്യവയസ്കരായ 1-2 പേര് നേരത്തെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഭാര്യമാര് സഹകരിക്കുന്നില്ല, ഒന്ന് പ്രസംഗത്തിലൂടെ എങ്കിലും ഒന്ന് പറയണേ. ഇന്ന് വലിയൊരു പ്രശ്നമാണ്. പെണ്ണുങ്ങൾക്ക് ഒരു സമയം കഴിഞ്ഞാല് അവർക്ക് പിന്നെ നേരം വിളിക്കുമ്പോൾ കുളിക്കണം, നിസ്കരിക്കണം, ചുമ്മാ മനസ്സിലാകും പറഞ്ഞ് തെള്ളിക്കാട്ടിലും തേടി താഴെ തെള്ളിത്താഴെ നമ്മൾ പിന്നെ താഴെ കിടത്തണം, ഗെറ്റ് ഔട്ട്, രക്ഷയില്ല. പ്രശ്നം അവിടെ. ഒരു വയസ്സാവുമ്പോ, ഒരു മധ്യ വയസ്സാവുമ്പോ ഭാര്യയും ഭർത്താവും 2 റൂമിലാ. ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഹദീസ്, ഒരുപാട് ഹദീസിന്റെ സമയമില്ല, അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട വിഷയങ്ങളാണല്ലോ. ഒരു 50 വയസ്സായി കഴിഞ്ഞാല് പിന്നെ നീ വേറെ ഞാൻ വേറെ, പിന്നെ എന്താ, പിന്നെ പെണ്ണും പിള്ളേക്ക് പെണ്ണും പിള്ള വേണ്ടേ, ഭാര്യയ്ക്ക് ഭാര്യ, ഭർത്താവിന് ഭർത്താവ്.
രണ്ടുപേരും എങ്ങനെയാണ് ബന്ധം നിലനിർത്തേണ്ടത്? ബഹുമാനപ്പെട്ട റിഫാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ നബി തങ്ങളോട് പരാതി പറഞ്ഞു വരികയാണ്. പരസ്പരം സഹകരിക്കണം. ഭാര്യ ഭർത്താവുമായിട്ട് നല്ല സഹകരിക്കണം, ഭർത്താവ് ഭാര്യയോട് സഹകരിക്കണം. جاءت امرأة رفاعة إلى رسول الله صلى الله عليه وسلم. റിഫാഅത്തിന്റെ ഭാര്യ നബി തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. ഫഖാലത്ത്, റിഫാഅത്തിന്റെ ഭാര്യ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന റിഫാഅത തല്ലഖനി ഫബത്ത തലാഖി. റിഫാ എന്നെ മൊഴി ചൊല്ലി നബിയെ, പരിപൂർണമായി മൊഴി ചൊല്ലി നബിയെ. ഫതസവ്വജ്തു അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ, ഞാൻ അബ്ദുറഹ്മാനെ ഞാൻ വിവാഹം കഴിച്ചു നബിയെ. ആദ്യത്തെ ഭർത്താവ് എന്നെ ഒഴിവാക്കി. രണ്ടാമത് ഞാൻ വിവാഹം കഴിച്ചത് അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ, സുബൈറിനെയാണ് വിവാഹം കഴിച്ചത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഈ സഹോദരി പരാതി പറഞ്ഞെന്തെന്നറിയോ? ഫഇന്നമാ മഅഹു മിത്ലു ഹുദൈബത്തി സൗബ്, അയാളുടെ സാധനം തുണിയെ പോലെയാണ് നബിയെ. ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാല് മാഫി ഷഗാൽ മക്കീന ഖർബ നാലത്തൂൽ. ശരിയല്ലേ? പ്രശ്നല്ലേ? അതുകൊണ്ട് അറബി അറിയാവുന്നവർ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? തുണി പിടിച്ചിങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നെ അർത്ഥം തന്നെ എന്താ? അപ്പൊ അശല്ലായ സാധനമാണ്, ഫായിദ ഇല്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് ഒരു ചിരി വന്നു. എന്തായി പെണ്ണ് പറയുന്നത്? നല്ല നബി തങ്ങളെ പരിഹാരം കാണണമല്ലോ. അല്ല, ഒരു പെണ്ണ് നമ്മൾ അപ്പൊ ഇന്ന് ഒരുപാട് ആണുങ്ങൾ, പുരുഷന്മാര്, അത് കേസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ സാധനം ഫായിദ ഇല്ലാത്തതാവുമ്പോ അത് പറയാതെ ഒളിപ്പിച്ചു വെച്ചിട്ട് കല്യാണം കഴിക്കാൻ പോകും. അത് തെറ്റല്ലേ? അത് തെറ്റല്ലേ? എത്ര നല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുമ്പോ പിന്നെ ഈ പൈസയും പത്രാസൊക്കെ ഉള്ളതുകൊണ്ട് ഇവള് പറയൂലേ, ഇവള് ഒരു മാസം വരെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നടക്കും, ഒരു വർഷം വരെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കും. പിന്നെയാണ് ഇവള് പുറത്ത് പറയുന്നത്, എന്റെ ഭർത്താവിനെ കൊണ്ടൊരു ഫായിദ ഇല്ല, എന്തെങ്കിലും ഒരു പരിഹാരം വേറെ പുറത്തു നിന്ന്. അതുകൊണ്ട് അവനെ ഒഴിവാക്കണം. അതുകൊണ്ട് രഹസ്യം പരസ്യമാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ശാരീരികമായി ആർക്കെങ്കിലും ഇങ്ങനെയുള്ള രഹസ്യം രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്തിയിട്ട് നിക്കാഹ് കഴിക്കാവൂ. പരസ്യപ്പെടുത്താൻ പള്ളിയിൽ പോയിരുന്നിട്ട് ഓ എന്റെ മക്കീന ഹർബാനാന്നല്ല അതിന്റെ അർത്ഥം. പെണ്ണ് കാണാൻ വരുമ്പോ പെണ്ണിനോട് പറയണം, എനിക്ക് ഇങ്ങനത്തെ ന്യൂനതയുണ്ട്, നിനക്ക് എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എങ്കിലും മാത്രമേ സപ്പോർട്ട് ചെയ്യാവൂ. അത് മനസ്സിലാക്കണം. അല്ല പരസ്യപ്പെടുത്തണമെന്ന് അങ്ങനല്ല. പെണ്ണ് കാണാൻ വരുമ്പം പറയണം. അപ്പൊ പെണ്ണും പറയണം, എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാ നമുക്ക് എന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം, നല്ലത്. അപ്പൊ റാഹത്തായി. എന്നിട്ട് ചോദിച്ചോട്ടെ, പിന്നെ വെച്ചും തിന്നും കുടിച്ചും കഴിഞ്ഞാൽ പോരെ, ബാക്കിയുള്ള പരിപാടി ഒന്നും വേണ്ട. അപ്പൊ റാഹത്തായി. അപ്പൊ അത് കുഴപ്പമില്ല. അങ്ങനെ രണ്ടുപേരോട് പറഞ്ഞിട്ട് നിക്കാഹ് കഴിക്കണം. അതല്ലാതെ രഹസ്യങ്ങൾ മറച്ചു വെച്ചിട്ട് നിക്കാഹ് കഴിക്കാൻ പാടില്ല. തെറ്റാണത്. അത് പിന്നീട് വലിയ പ്രശ്നമായി തീരും. അത് വലിയ അബദ്ധത്തിലെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട റിഫാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നബി തങ്ങളോട് പറയുകയാണ്, നബിയേ, എനിക്ക് ശാരീരികമായി സുഖം ലഭിക്കുന്നില്ല, അതുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കൊണ്ട് എനിക്ക് തൃപ്തിയാകുന്നില്ല നബിയേ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അതുരീദീന അതർജിഇ ഇലാ റിഫാഅത, പെണ്ണെ നീ റിഫാഅയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ലാ, അങ്ങനെ വളരെ പെട്ടെന്ന് പോകാൻ സാധ്യമല്ല. ഹത്താ തദൂഖി ഉസൈലതഹു വയദൂഖു ഉസൈലതകി. ഞങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണ്, ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മധു നുകർന്നെടുക്കുന്നത് വരെ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മധു നുകർന്നെടുക്കുന്നത് വരെ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ശാരീരികമായി സമീപിക്കാൻ പോകുമ്പോ അദ്ദേഹത്തിന് പെട്ടെന്ന് ശീഘ്രസ്ഖലനം സംഭവിച്ചു എന്നിരിക്കട്ടെ, അദ്ദേഹം ചാടി എഴുന്നേറ്റ് പോകാൻ പാടില്ല. നബി തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, നീ അവിടെ തന്നെ കിടക്കണം. അവൾക്ക് ഇന്ദ്രിയം പുറപ്പെടുന്നത് വരെ നീ സാവകാശം കാണിക്കണം. നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? ഏറ്റവും വലിയ സെക്സോളജിസ്റ്റാണ് നബി തങ്ങള്. ഇത് നമ്മൾ അങ്ങോട്ട് ഓടിപ്പോയിട്ട് പടപടാന്ന് കാര്യം നടത്തിയിട്ട് ചാടി എഴുന്നേറ്റ് പോയാൽ ഈ പെണ്ണ് പിന്നെ എന്ത് ചെയ്യും?
അവൾക്ക് പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ സാവകാശമാണ് വികാരങ്ങൾ ഉണ്ടാവുക. ഇതിനാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സമീപിക്കുമ്പോ ധൃതി പിടിച്ചു ഓടിപ്പോയി മൃഗങ്ങളെ പോലെ ചാടിക്കയറരുതേ. നിങ്ങൾ ഒരു റസൂലിനെ അയക്കണമേ. ഒരു റസൂലിനെ അയക്കണമേ. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ. വിവാഹം കഴിച്ച് ഭാര്യയെ അടുത്ത് പടപടാന്ന് ചാടിപ്പോകാതെ ആദ്യമായിട്ട് അവളെ സമീപിക്കുമ്പോ ഒരു ദൂതനെ അയക്കണം. ദൂതനെ അയക്കണം എന്ന് പറഞ്ഞാല് മെല്ലെ അടുത്തിരുന്ന് അവളോട് സംസാരം നടത്തി, അവൾക്ക് ചെറിയ ചുംബനങ്ങളൊക്കെ നൽകി, അവൾക്ക് മെല്ലെ ഇക്കിളിപ്പെടുത്തി, അവളോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരേ കട്ടിൽ ഒരുമിച്ചിരുന്ന് കൈകൾ കോർത്തിണക്കി അങ്ങോട്ടും ഇങ്ങോട്ടും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യമുസ്സുഹാ ബിലിസാനിഹാ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ ചുംബിക്കുമായിരുന്നു. ആയിഷ ബീവിയുടെ നാവ് നബി തങ്ങളുടെ നാവുമായി കൂട്ടിയിണക്കി നക്കുമായിരുന്നു, ഈമ്പുമായിരുന്നു. അത് കണ്ട പെണ്ണുങ്ങളെ പോയിട്ട് നക്കലല്ല വേണ്ടേ, പിന്നെ സ്വന്തം ഭാര്യയെ നക്കണം. ഒരു സഹോദരൻ ചോദിച്ചു, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഔറത്തുകൾ നക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? വയജൂസു മസ്സുൽ ബുളരി. പച്ചയ്ക്കങ്ങ് പറയാ, നല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് അതാ. അതിനകത്ത് വല്ല പരിഹാരം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇങ്ങനെ മനുഷ്യന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണുങ്ങടെ എന്താ സലാം സൗണ്ട് ഇപ്പൊ പൊട്ടിത്തെറിക്കുന്ന രംഗമാണ്. പടച്ചവനെ, ദീൻ പറയല്ലേ, ഞാൻ അതീ തോന്നിട്ടല്ലേ പറയുന്നത്. പെണ്ണിന്റെ ഗുഹ്യഭാഗം നക്കുന്നത് കുഴപ്പമില്ല, ജായിസ്, ജവാസ്. അതേപോലെ ഭർത്താക്കന്മാരുടെയും ജവാസ്. പക്ഷേ ഉലമാക്കൾ, ഹുക്കമാക്കൾ, ഫുഖഹാക്കൾ, പണ്ഡിതന്മാർ, യഥാർത്ഥ സാലിഹ്യങ്ങളായ പണ്ഡിതന്മാര് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ഓതുന്ന നാവുകളാണ്, ദിക്റുകൾ ചൊല്ലുന്ന നാവുകളാണ്. അത്ര നല്ലതല്ല നജീസുകൾ പുറപ്പെടുന്ന ആ ഔറത്തിലേക്ക് നിങ്ങളുടെ നാവുകളും ചുണ്ടുകളും സമർപ്പിക്കുന്നത് നല്ലതല്ല. ഒരു ചുംബനമാകാം, നക്കി തുടയ്ക്കുന്നത് നല്ലതല്ല. ഇനി ഒരു ഭർത്താവിന്റെ തൃപ്തി ഒരു ഭാര്യയിൽ നിന്ന് ഇതാണ്, എനിക്കിതാവശ്യമാണെന്ന് പറഞ്ഞാൽ പാപമല്ലാത്ത സന്ദർഭത്തിൽ അത് അനുവദനീയമാണ്. ചില പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമില്ല, അത് നിർബന്ധിക്കുകയും ചെയ്യരുത്. ചില ഭർത്താക്കന്മാർ തലക്കടിയും കൊടുക്കും, അത് ശരിയല്ല. അത് ചില പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമല്ല, അതില്ലാത്ത കാര്യം നിർബന്ധിക്കാൻ പാടില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഭാര്യ സൗകര്യം പോലെ തന്റെ ഭർത്താവിനെ സഹകരിച്ചു കൊടുക്കണമെന്ന്, സഹായിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. റിഫാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് പറയുകയാണ്, റിഫാത്തിനെ തിരിച്ചു നിനക്ക് ലഭിക്കണമെങ്കിൽ നീ മറ്റൊരു വിവാഹം നിന്റെ ഭർത്താവായ അബ്ദുറഹ്മാനുമായി രണ്ടുപേരും സന്തോഷത്തോടെ ശാരീരികമായി ബന്ധപ്പെടണം നല്ലതുപോലെ. ഇതിനാണ് വെറുതെ നമ്മുടെ പെണ്ണിനെ നോക്കിയിട്ട് നിന്നെ ഞാൻ തലാക്കി കൊല്ലിരിക്കുന്നു വെറുതെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയോ? ആ പെണ്ണിനെ മറ്റൊരാൾ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചാൽ മാത്രം പോരാ, ഇദ്ദേഹത്തിന്റെയും അവളുടെയും ലൈംഗിക അവയവങ്ങൾ പരിപൂർണമായിട്ട് പ്രവേശിച്ച് യോജിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഇഷ്ടപ്രകാരം തലാക്കിയൊല്ലി പിന്നെ 4 മാസം ഇതായിരുന്നിട്ട് 3 മാസം ഇതായിരുന്നിട്ട് വേണം പിന്നെ നിങ്ങൾക്ക് അടുത്ത് എന്ത് ചെയ്യാൻ, മറ്റൊരാളെ വിവാഹം കഴിക്കാൻ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. നിനക്ക് അങ്ങനെ വേണോ? അയാളെ തന്നെ തിരിച്ചു വേണോ? പക്ഷേ സാധ്യമല്ല. എത്രത്തോളം നീ ഇനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന നിന്റെ ഭർത്താവുമായി പരിപൂർണമായി ബന്ധപ്പെട്ടാലല്ലാതെ. ഇത്രയും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനെ വിളിച്ചു. നാദാ യാ അബൂബക്കർ, ഏ അബൂബക്കറേ, അമാ തജ്ഹറു ഹാദിഹി ഇൻദ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് വന്ന് ഈ പെണ്ണുങ്ങൾ പറയുന്നതൊക്കെ കേട്ടോ അബൂബക്കറേ? നമുക്ക് തന്നെ ലജ്ജ തോന്നുന്നില്ലേ? പിന്നെ നബി തങ്ങൾക്ക് ലജ്ജ തോന്നായിരിക്കും. ഈ പെണ്ണുങ്ങൾ പറയുന്നത് കേട്ടാ. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ചുംബനം കൊടുക്കണം. അതിലൂടെ അവർക്ക് വികാരമുണ്ടാകും. ഈ വികാരമുണ്ടാകുന്ന സന്ദർഭത്തിലല്ലാതെ അവളെ നീ ബന്ധപ്പെടരുതേ എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ പെണ്ണിനെ അല്ലാഹു ഉപമിച്ചത് ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ.
സ്ത്രീകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വസ്ത്രമാ, നിങ്ങൾ അവരുടെ വസ്ത്രമാ. ഐ ഹുന്ന ലിഹാഫുൽ ലക്കും വഅൻതും ലിഹാഫുൽ ലഹുന്ന, നിങ്ങൾ അവരുടെ ബെഡ്ഷീറ്റാണ്, അവർ നിങ്ങളുടെ ബെഡ്ഷീറ്റാണ്. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യുഖാലു ലിൽ മർഅതി, പെണ്ണിനെ കുറിച്ച് പറയുന്നത് വഹിയ, അവൾ ഫിറാഷാണ്, ബെഡ്ഷീറ്റാണ് അവൾ, ലിബാസാണ് അവൾ, വസ്ത്രമാണവൾ, ഇസാർ താഴെ ഉടുക്കുന്ന മുണ്ടാണവൾ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അതിനകത്ത് 3 ഹിക്മത്തുകളുണ്ട്, അതൊന്നും പറയുന്നില്ല. മുണ്ട്, ഉടുപ്പ്, ബെഡ്ഷീറ്റ്. പെണ്ണിന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാകരണം, വിശദീകരണം, നിർവചനം. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവളെ കിടക്കണം. ഖുർആൻ പറയുന്നു അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ്. അല എന്ന് പറഞ്ഞാൽ അറബിയിൽ ഫൗഖ്, മുകളിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ. പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല. അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോ ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുന്നതിന് മുമ്പ് മുകളിലാകാം. പക്ഷെ ഇന്ദ്രിയസ്ഖലനം പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് താഴെ കിടന്നുകൊണ്ടാകരുത്. കിഡ്നി, മൂത്രസഞ്ചി, പിത്താശയ സഞ്ചി, ഇതുപോലുള്ള രോഗങ്ങൾക്കത് കാരണമാകും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബന്ധപ്പെടാം. പക്ഷേ ശീഘ്രസ്ഖലനം ഉണ്ടാകുമ്പോ ഭാര്യ താഴെ, ഭർത്താവ് മുകളിൽ. അതാണ് ഖുർആൻ പറയുന്നത്. നിസാഉകും ഹർസുൻ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅതും. നിങ്ങൾ നിസാക്കൾ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൃഷിസ്ഥലമാണ്, വിളനിലമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം. ജിഹത്തിൻ ശിഅതും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ. മിൻ ഖൽഫിൻ ഔ മിൻ വറാഇൻ ഔ ഖായിമിൻ ഔ ഖായിമത്തിൻ ഔ ഖാഇദത്തിൻ ഔ മുസ്തൽഖിയത്തിൻ ഔ മുൽതജിഅത്തിൻ ഔ മുഖ്ബിലത്തിൻ ഔ മുദ്ബിറത്തിൻ ഇലാ ഫീ ഹൈതു ഇലാ മൗളിഇൻ വാഹിദിൻ. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം. ഇതുവരെ ഹത്താ ജഅല ഫർജൽ മർഅതി കൽ അർളി, പെണ്ണിന്റെ ഗുഹ്യഭാഗം എന്ന് പറഞ്ഞാൽ അർള് പോലെയാണ്, അത് ഭൂമിയാണ്. വന്നുതുഫതു കൽ ബദരി, നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയ തുള്ളികളുണ്ടല്ലോ, അത് വിത്തുകളാണ്. വൽവലദു കസ്സർഇ, ഭൂമിയിൽ വിത്തുകൾ വിതറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ്. ആ വിളകളാണ് സന്താനങ്ങൾ. ഫഅതു ഹർസകും അന്നാശിതും, അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ്, നിങ്ങളുടെ ജാഗയാണ്, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം. എങ്ങനെയാണത്? മിൻ ഖൽഫിൻ, പുറകിലൂടെയോ, വഖായിമത്തിൻ, നിന്നുകൊണ്ടോ, വബാരികത്തിൻ, മുട്ടുകാലിൽ നിന്നുകൊണ്ടോ, വഖാഇദത്തിൻ, ഇരുന്നുകൊണ്ടോ, വമുസ്തൽഖിയത്തിൻ, മലർത്തി കിടത്തിയോ, വമുൽതജിഅത്തിൻ, ചരിച്ചു കിടത്തിയോ, വമുഖ്ബിലത്തിൻ, മുൻഭാഗത്തിലൂടെയോ, വമുദ്ബിറത്തിൻ, പിൻഭാഗത്തിലൂടെയോ, ഇലാ മൗളിഇൻ ഫീ മൗളിഇൻ വാഹിദ്, പക്ഷേ ദ്വാരം ഒന്നേ ആകാവൂ. പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാകും? നിങ്ങളുടെ സൗകര്യം പോലെ. ഫഅതു ഹർസകും അന്നാശിയത്ത്, എങ്ങനെയെങ്കിലും നാളെ ജുവല്ലറിക്കാരന്മാർക്ക് കുറച്ച് സ്വർണ്ണം കിട്ടട്ടെ, പെണ്ണിട്ടിട്ട് പെണ്ണുങ്ങൾ പോയി കല്യാണം കഴിക്കാൻ അടക്കല്ലേ, എങ്ങനെയാകാം? ഹക്കീമേ, അവനാ പറഞ്ഞു ഉസ്താദേ, ഇത് പറയാതെ പോവല്ലേ, എന്റെ ജീവൻ മൊത്തവും തകർന്നു പോകും. ഹൈളിന്റെ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. ഹൈളിന്റെ സമയത്ത് അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ പല ഭാഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും ആകാം. പിന്നെ അതിലും ചില ഫുഖഹ ഉലമാക്കൾ, നമുക്കതാണ് മനസ്സിലാക്കേണ്ടത്, നിന്നുകൊണ്ടൊരു പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടാം, പക്ഷേ ശുക്ലം കയറ്റാൻ പാടില്ല, ഇന്ദ്രിയസ്ഖലനം ഉണ്ടാക്കാൻ പാടില്ല. നിന്നുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടുന്നതിനെ അലി റളിയല്ലാഹു അൻഹു എതിർക്കുന്നതായിട്ട് ചില സന്ദർഭങ്ങളിൽ കാണാം. കാരണം എന്താണ്? അതിലൂടെ മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടാകാം. അതല്ലാത്ത ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുമ്പോൾ അത് കിടന്നുകൊണ്ട് തന്നെയായിരിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാശിഅതും.
എന്തിനാണിത്? നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇതൊക്കെ ചെയ്യാൻ ഇസ്ലാം തരുന്നത് എന്തിനാ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വിട്ടിട്ട് മറ്റൊരാളുമായി ബന്ധപ്പെടരുത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പെണ്ണുങ്ങൾക്കൊരു ഉപദേശം നൽകുന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പെണ്ണുങ്ങളോട് പറയുകയാണ്, പെണ്ണുങ്ങളെ നിങ്ങളിതൊന്ന് കേൾക്കണേ. ലാ യഹല്ലു ലിംറഅത്തിൻ, ഒരു പെണ്ണിനും അനുവദനീയമല്ല ഹത്താ തഅറുള നഫ്സഹാ അലാ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ മുന്നിൽ അവളുടെ ശരീരം മുഴുവനും പ്രകടിപ്പിക്കുന്നത് വരെ ഒരു പെണ്ണിനും ഉറങ്ങൽ അനുവദനീയമല്ല. ലാ യഹല്ലു ലിംറഅത്തിൻ അൻ തനാമ ഹത്താ തഅറുള നഫ്സഹാ അലാ സൗജിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹോദരി, നിന്റെ ഭർത്താവ് പുറത്ത് വ്യഭിചരിക്കാൻ പോകാനുള്ളതിന്റെ പരമപ്രധാനമായ കാര്യം ഒന്നുകിൽ നിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. ആ വീഴ്ചയ്ക്ക് നീ തന്നെ പരിഹാരം കാണണം. എങ്ങനെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്. ലാ യഹല്ലു ലിംറഅത്തിൻ, ഒരു പെണ്ണിനും അനുവദനീയമല്ല അൻ തനാമ, അവൾ ഉറങ്ങൽ ഹത്താ തഅറുള നഫ്സഹാ അലാ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ മുന്നിൽ തന്റെ ശരീരത്തെ അവൾ വെളിവാക്കി കാണിക്കുന്നത് വരെ. എങ്ങനെ? വെറുതെ പോയി പൗഡർ ഇട്ടോണ്ട് നിന്നാ പോരാ, ചുണ്ട് മിനുക്കിക്കൊണ്ട് നിന്നാ പോരാ. ഭർത്താവും ഭാര്യയും മാത്രമുള്ള മുറിയിലേക്ക് അവൾ കടന്നു വരണം. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അവളുടെ വസ്ത്രം അവൾ അഴിച്ചു മാറ്റണം. അവൾ അവനോടൊപ്പം പുതപ്പിന്റെ കീഴിലേക്ക് കയറണം. അവളുടെ നഗ്ന ശരീരത്തെ, വിവസ്ത്രയായ ശരീരത്തെ തന്റെ ഭർത്താവിന്റെ ശരീരത്തോടെ ഉരസണം, യോജിപ്പിക്കണം. അതുവരെ ഒരു പെണ്ണിനും ഉറങ്ങാൻ കഴിയുകയില്ല. അങ്ങനെ ഉറങ്ങുന്നവളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാ. ഉണ്ടോ? എത്ര ഗൗരവ വിഷയ. ഭാര്യയും ഭർത്താവ് രണ്ട് മുറിയിൽ കിടക്കാവോ? ഇല്ല. ലാ യഹല്ലു ലിംറഅത്തിൻ, ഒരു പെണ്ണിനും അനുവദനീയമല്ല അൻ തഅസില ഫിറാശഹു, ഭർത്താവിന്റെ മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിൽ പോയി ഒറ്റയ്ക്ക് കിടക്കൽ ഒരു പെണ്ണിനും യോജിച്ച കാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചിരിക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വലാ തഖ്ശൻ ബിസദ്രിഹി, ഭർത്താവിന്റെ മുന്നിൽ അവൾ ഒരു നീരസവും പ്രകടിപ്പിക്കാൻ പാടില്ല. വലാ തത്മഅ ഫീ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുന്ന വീട്ടില് മറ്റൊരു വ്യക്തിയെ കുറിച്ച് ഈ പെണ്ണ് ഭർത്താവിനോട് പറയരുത്. അതേപോലെ ഭർത്താവും മറ്റൊരു പെണ്ണിനെ കുറിച്ചോ മറ്റൊരു പുരുഷനെ കുറിച്ചോ ഈ പെണ്ണിനോട് പറയരുത്. വലാ തഖ്ശൻ ബിസദ്രിഹി, ഹൃദയ സാന്നിധ്യത്തോട് വേണം ഈ ഭർത്താവിലേക്ക് അവൾ കടന്നു വരാൻ. വലാ തുസാരിമഹു, ഒരു നിലയ്ക്കും ഭർത്താവിന് വിരോധമുണ്ടാക്കുന്ന ഒന്നും തന്നെ ഇവളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. അങ്ങനെ ഉണ്ടായിപ്പോയാൽ ഹത്താ തംളി അലൈഹാ തലാസു ലയാൽ, 3 രാത്രി അവൾ അങ്ങനെ കഴിഞ്ഞുകൂടിയെങ്കിൽ ഫലാ യസാലു യുക്തബു അലൈഹാ തലാസും മിനൽ കബായിർ, അങ്ങനെയാണ് അവൾ ദിവസവും വീട്ടിൽ ഉറങ്ങുന്നതെങ്കിൽ 3 വൻപാപം ചെയ്ത പട്ടികയിൽ അവളുടെ പേരെഴുതപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1 അൽ ഇശ്റാഖു ബില്ലാഹ്, അവൾ ശിർക്ക് വെച്ചവളായി അള്ളാന്റെ കോടതിയിൽ നാളെ ഹാജരാക്കപ്പെടും അവളെ. 2 വഖത്ലുൽ മുഅ്മിനി മുതഅമ്മിദാ, ഒരു മുഅ്മിനായ സഹോദരനെ പരസ്യമായി അറിഞ്ഞുകൊണ്ട് കൊന്നവന്റെ കൂട്ടത്തിൽ അവളെയും ഉൾപ്പെടുത്തും. 3 ആക്കലുർ റിബാ, വൻപാപം എന്ന നിലയിൽ പലിശ തിന്നവളായി ഇവളെ രേഖപ്പെടുത്തപ്പെടും. എപ്പോ? ഭർത്താവിനോടൊപ്പം സഹകരിക്കാതെ, ഭർത്താവിന്റെ മുറിയിൽ കിടക്കാതെ, ഭർത്താവിന്റെ മുന്നിൽ തന്റെ വസ്ത്രം ഉരിഞ്ഞു കാട്ടാതെ, ഭർത്താവ് ഇഷ്ടപ്പെടുന്ന സമയം വരെ അവനോടൊപ്പം സഹകരിക്കാതെ മറ്റൊരു പെണ്ണടുത്ത മുറിയിൽ തന്റെ ഭാര്യ പോയി കിടന്നാൽ 3 വൻപാപത്തിന്റെ കുറ്റത്തിൽ ഇവൾ പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. പോയില്ലേ? അതുകൊണ്ട് ഇന്ന് വയസ്സായവരൊക്കെ പിടിച്ചു കടത്തിക്കോ കൂടെ. പിന്നെ അല്ലാതെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത് കിടക്കണം എപ്പോഴും. കാരണം മരിക്കുന്നത് വരെ അവര് തമ്മിൽ റാഹത്തായിട്ട് കിടന്ന് മരിക്കണം. അല്ല വാപ്പ ഒരു മുറിയിൽ ഉമ്മ ഒരു മുറിയിൽ, എന്ത് പരിപാടി. പിന്നെ ചില പെണ്ണുങ്ങൾ എന്താ അടുത്തോട്ട് പോകുമ്പോ സുബൈ നിസ്കരിക്കണം മനുഷ്യ, പോ മനുഷ്യ,
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് സ്ത്രീകളെ, രണ്ട് വിഭാഗ സ്ത്രീകളെ ശപിച്ചു. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മസൂഫത വൽ മുഫ്സിലത. മസൂഫത്തായ പെണ്ണിനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു, മുഫ്സിലത്തായ പെണ്ണിനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു. ഫഅമ്മൽ മുഫ്സില ഫഅമ്മൽ മസൂഫ. മസൂഫ എന്ന് പറയുന്ന പെണ്ണ് ആരെന്നറിയുമോ? അല്ലതി ഇദാ അറാദഹാ സൗജുഹാ. തന്റെ ഭർത്താവ് അവളെ സമീപിക്കുമ്പോ ഖാലത്ത് അവൾ പറയുമത്രേ സൗഫ വസൗഫ വൽ ആൻ. പിന്നെ നാളെ, അടുത്ത ആഴ്ച, അടുത്ത മാസം ഇങ്ങനെ പറഞ്ഞു ഒഴിയും. കൊടുക്കൂല, ഇയാൾക്ക് കൊടുക്കൂല. ഇയാളെ തവസിരുന്നാലും കിട്ടൂല. ഇയാളെ പിന്നെ ഹത്ത ഓതേണ്ടി വരും. അപ്പൊ എങ്ങനെയാവട്ടെ. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഒരു പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു. അൽ മസൂഫ, അവൾ മസൂഫയായ പെണ്ണാണ്. എന്താണ് അമ്മൽ മസൂഫ? മസൂഫ എന്ന് പറഞ്ഞാൽ അല്ലത്തി ഇദാ അറാദഹാ സൗജുഹാ. തന്റെ ഭർത്താവ് അവളെ പ്രാപിക്കാൻ പോകുമ്പോ ഖാലത്ത് അവൾ പറയും സൗഫ വസൗഫ വൽ ആൻ. സുബഹിസ്കരിക്കണം, കുളിക്കാൻ വയ്യ, ജലദോഷം പിടിക്കും, നീരിറക്കം ഉണ്ടാവും, ചുമ്മാ ഇരി, ഇപ്പോഴൊന്നും പറ്റൂല, പിള്ളേർ അവിടെ ഉണരുന്നു, ഇവിടെ കിടക്കുന്നു, അവിടെ ബഹളം, ഇങ്ങനെ പറഞ്ഞു മാറ്റുന്ന പെണ്ണെ, അല്ലാഹുവിന്റെ റസൂല് നിന്നെ ശപിച്ചിരിക്കുകയാ. വഅമ്മൽ മുഫ്സില, മുഫ്സിലത്ത് എന്ന് പറയുന്ന പെണ്ണ് അല്ലത്തി ഇദാ അറാദഹാ സൗജുഹാ. തന്റെ ഭർത്താവ് അവളെ പ്രാപിക്കാൻ വേണ്ടി പോകുമ്പോ ഖാലത്ത് അവൾ പറയും അന ഹായിൽ, ഇന്നി ഹായിൽ, ഞാൻ ഋതുമതിയാണ്, ഹൈലുകാരിയാണ്. വലൈസത് ബിഹായിൽ, അവൾക്ക് ഹൈലില്ല. ഹൈലില്ലാത്ത പെണ്ണ് ഹൈലുകാരിയാണ് എന്ന് പറയുന്ന ഒരു പെണ്ണ്. എന്തിനങ്ങനെ പറയുന്നത്? തന്റെ ഭർത്താവുമായി ശാരീരിക ബന്ധം ഇഷ്ടമില്ല. ഇവളും ശപിക്കപ്പെട്ടവളാണ്, ഇവള് ശാപം പേറിയവളാണ്, ഇവളും നരകത്തിലാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു ഖൈറു നിസായിക്കും, നിങ്ങളിൽ ഉത്തമയായ പെണ്ണ് ആരെന്ന് പറയട്ടെയോ? അൽ അഫീഫതു ഫീ ഫർജിഹാ. തന്റെ ഗുഹ്യഭാഗത്തെ അനാവശ്യങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് സൂക്ഷിക്കുന്ന പെണ്ണാണവൾ. അൽ ഗസ്ലതു അൽ ഗൽമതു ഫീ ലിസൗജിഹാ. തന്റെ ഭർത്താവിനോട് വികാര വിചാരത്തോടെ സമീപിക്കുന്ന പെണ്ണാണ്. നിങ്ങളിൽ ഉത്തമയായ പെണ്ണ്, ശ്രേഷ്ഠയായ പെണ്ണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വികാരം ഇല്ലെങ്കിലും ഭർത്താവിനോട് വികാരത്തോടെ, ഭർത്താവിനെ ഇങ്ങോട്ട് വിളിക്കണം, ബാ ഇയാള് വന്നിലും പിടിച്ചു വലിച്ചോണ്ട് പോണം. ഇത് ഈ പെണ്ണ് നിങ്ങളിൽ ശ്രേഷ്ഠയായ പെണ്ണ് നബിയുനാ റസൂലുള്ളാഹി. മതിയായല്ലോ, എന്തോ ഒരു വിളിയായിരുന്നു പടച്ചവന്. അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതിപ്പോ മതിയായല്ലോ, തൃപ്തിയായല്ലോ. അൽഹംദുലില്ലാഹ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം കഴിഞ്ഞു. ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരി സഹോദരങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഇവിടെ സഹായങ്ങൾ നൽകിയ നല്ലവരായ നാട്ടുകാരെ നീ സഹായിക്കണേ പടച്ചവനെ. ഈ സദസ്സിൽ വെള്ളം കൊടുത്ത സഹോദരനെ ഹൗലുൽ കൗസറിന്റെ വെള്ളം കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. സ്വർണം കൊടുത്ത് സഹകരിച്ച ഞങ്ങളുടെ സഹോദരിമാർ, അല്ലാഹുവേ, നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഒരാളെ പോലും നരകത്തിന്റെ അവകാശികളാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഈ സ്വർണം കൊടുത്ത സഹോദരിമാരുടെ കൂട്ടത്തിൽ ഇരുന്ന സാധുക്കളായ സഹോദരിമാർ, എത്രയോ സഹോദരിമാർ പടച്ചവനെ, വളരെ വിദൂരങ്ങളിൽ നിന്ന് ഈ സഭയെ നേരത്തെ വന്ന് കഷ്ടപ്പെട്ടിരുന്നു